പോമറേനിയൻ പട്ടിക്കുട്ടിയോട് മറ്റേ രാവിലെ ഡോർ തുറക്കാൻ വേണ്ടിട്ടില്ലേ ഇതൊന്നും പണ്ടായത് തുറക്കാനും പറ്റാണല്ലോ. Let's hear my story. Come on. ആരല്ലാ തീരത്തെ മോഹങ്ങൾ. സോ ദിസ് ഈസ് ആക്ച്വലി ഒരു ഈസി പാസ്ത റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. നാടൻ കുളി കഴിഞ്ഞ് ഇറങ്ങണത് ഇവർക്ക് അലാമ്പ് പോലെ അലാം. നാട 8 മണിക്ക് ഇറങ്ങിയ ഡൂഡും ഡുണ്ടും ഒക്കെ 8 മണിക്ക് ഇറങ്ങുള്ളോ. ഓ ഓ അച്ഛമ്മ എന്താ രാവിലെ ചെറിയ കോടിയിരിക്കണേ. ഞങ്ങളുടെ ഒരു തോമുണ്ണിയേട്ടുണ്ടായിരുന്നു. തോമുണ്ണിയേട്ടൻ്റെ മോനുണ്ട് ജോസ്. അവൻ വീഡിയോ കണ്ടാണോ അവൻ്റെ അമ്മയൊക്കെ കാണാൻ സാധിക്കും. ജോസ് രാവിലെ എൻ്റെ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ അച്ഛന് പച്ചക്കറി കടയാണേ. അപ്പൊ വിളിക്കും. പുള്ളിയുടെ കൂടെ അപ്പനെ കൂടെ പറയും ചെക്കനൊന്ന് കിട്ടുക അച്ഛൻ്റെ നിന്ന്, അതായത് തോമുണ്ണിയേട്ടൻ്റെ ജോസ് ജോസ് ജോസേന്ന് വലിയൊരു പഴയ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ നിന്ന് വിളിച്ചാ വലിയൊരു പള്ളി വരെ കേക്കാം. അത്രയ്ക്ക് വലിയൊരു ശബ്ദമായിരുന്നു. ജോസാ നീ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടോളൂട്ടാ. മൈറ എന്നെ വിളിച്ചതാ. മൈറ ഒരു പേരല്ലേ? മൈറ പേരല്ലെന്നാ. ഞാൻ ആ കുട്ടിക്ക് മൈറന്ന് പേരിടാന്ന് വിചാരിച്ചോ. പിന്നെ ആൾക്കാർ ഇത് പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടാൻ. എനിക്കാ ഏയ് എണീറ്റോ പോവാ. എസ്മേ. ഓ എസ്മേ ഇടയിൽ കൂടെ നോക്കുന്നുണ്ട്. എസ്മേ ആരോ ചോദിച്ചു കുട്ടികൾ ഡമ്മിക്ക് അഡിക്ഷനായി ഒന്ന്. ഇല്ല, നമ്മൾ ഡമ്മി ആക്ച്വലി അവർ ഒരു ഉറങ്ങണ സമയത്തും അതുപോലെ തന്നെ വൈകുന്നേരം ഒരു ക്രാങ്കി ആവണ ഒരു സമയത്തും മാത്രമാണ് കേട്ടോ ഡമ്മി ഉപയോഗിക്കാറുള്ളൂ. അതർവൈസ് സ്കൂളിൽ പോകുമ്പോൾ അവർ കുറച്ച് നേരം എക്സ്ട്രാ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു കുറച്ച്. പക്ഷെ ഇത് അവരധികം നേരം വായിൽ വയ്ക്കില്ല, തുപ്പിക്കളയത്. ഇത് ആരീ കിടക്കണേ? ടെഡി ബെയറാ? ഓ ഞാൻ ഒന്ന് ആനന്ദിക്കട്ടെ എന്നുള്ള രീതിയിലെ കുട്ടി കിടക്കണേ അവിടെ വയർമ്മയൊക്കെ കൊട്ടിയിട്ട് കണ്ടില്ലേ. എൻ്റെ നീണ്ടത്ത് മല്ലിക്കൊളന്ത് പൂമാനം കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ തലല്ലേ ചവിട്ടില്ലോ. എരുമാ ഓ ഓ ആ പാട്ട് പ്രാക്ടീസ് ചെയ്യണല്ലോ. ആ ആ ആ ഏരമാ ഏച്ചമാ നമ്മയാണോ മുടി കെട്ടി കൊടുക്കണം? അമ്മ ഞാൻ അമ്മ ഓസ്ട്രേലിയക്ക് പോയി ഞാൻ എന്താ ചെയ്യാ ജട കളയാൻ? ആ എന്നിട്ട് ആ ചാരി അത് ജയറാമിൻ്റെ വീട്ടിലൊരു ആന ഉണ്ടായിരുന്നു ഇതുപോലെ ഫ്രണ്ടിൽ ഇങ്ങനെയായിട്ട്. കണ്ട ഇതുപോലെ ഒരു ആന ഉണ്ടായിരുന്നു ഓർക്കുണ്ടോ നിങ്ങൾ? ഫ്രണ്ടിൽ ഇങ്ങനെ മുടിയായിട്ട് മരിച്ചു പോയി. അത് അച്ഛന്മാരെ മൂക്കിന്ന് എന്താ വരുന്നില്ല അച്ഛന്മാ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിനക്ക് ചോപ്പേണ്ട ചായയല്ലോ. ഇതിവിടെ വേറെ ഉണ്ട്. അറിയത്തില്ല എൻ്റെ കൈയിൻ്റെ മുകളിൽ ഇതിട്ടിട്ടുള്ള എന്തിനറിയോ? നീ ആരെയും ഉപദ്രവിക്കാണ്ടിരിക്കാനാ. ഈ കൈ കുറച്ചേരം അടഞ്ഞിരിക്കട്ടെ എൻ്റെ മുഷ്ടി. ലോകലമ്പാ ചെറിയ ട്രംപിൻ്റെ ചായ ഉണ്ടിട്ടീന്. ആ ട്രംപിൻ്റെ സ്വഭാവം ഉണ്ട് കൊണ്ണേ. ഇന്നടിക്കില്ലേട്ടാ ഈ റല്ലെ കൊണ്ടുപോയിട്ടുണ്ട് ബോംബ്. നോ അല്ലേ? നോ ബോംബ് ഇടണ്ട. വേണ്ട. ഐ കണ്ട എല്ലാറ്റിങ്ങളും പാമ്പുകളാ. സർപ്പശാപം ഉണ്ടായിരുന്നു അവർക്ക്. ആ സെബസ്ത്യാനോസ് പുണ്യാളുടെ രൂപകരണം കിട്ടും മറ്റേ വ്യാളിയുടെ മുകളിൽ ഇങ്ങനെ കുത്തായിരിക്കുന്നത്. വേണ സെബസ്ത്യാനോസിന് പറഞ്ഞതിനെ വേണ പാമ്പ് ശാപം ഉണ്ടാ നമുക്ക് ഉണ്ടാവും. വല്ല ദൈവവിശ്വാസമൊക്കെ വേണേ. ഒന്നുമില്ല, ഒരു കുരിശ് വരെയില്ല, കൊന്തയില്ല, ഒരു പരിപാടിയില്ല. എനിക്കിത് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല എങ്ങനെ സർവൈവ് ചെയ്യുന്നു. വേണ ഏറ്റുമോന് വേണ സെബസ്ത്യാനോസിന് വേണ മാനം എടി മാനം. നീ ആരും മാമുക്കയറാണാ മാണ്ട ജോസ്. ഇവള് ഭയങ്കര അഗ്രഗണ്യ കേട്ടാ. ഇവള് ആരെയും നേരെ നോക്കില്ല. ഇവള് ഇങ്ങനെ നോക്കണം. നോക്കിയേ പീക്കി ബ്ലൈൻഡേഴ്സിലെ മറ്റേ ടോമി ഷബീരെ പോലെ തന്നെ ഇവള് തൊപ്പി വെച്ചിട്ട് താഴെ കൂടെ നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടില്ല.
പണ്ട് എൻ്റെ അപ്പോൾ ഒമാനിലോ മസ്കറ്റിലോ പോയിട്ട് ഒരു കടലിൻ്റെ സൈഡിൽ മറ്റേ ആ കല്ല് വെച്ചിട്ടില്ലേ എന്താ ടെട്രപ്പോഡ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ജെട്ടിട്ട് കിടക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ സമയമൊക്കെ എൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുത്ത പഴയ ഫോട്ടോ അതുപോലെ കിടക്കണേ. ജോബേട്ടതൊക്കെ കണ്ട ജോബേ അപ്പം വിളിച്ചാൽ വിളിയാക്കോ ഇത് അതില്ല. ഗോൾഡ് ഇപ്പം ആക്ച്വലി ശരിക്കും സെബസ്ത്യാനോസ് പുണ്യാളുടെ തലയുടെ മുകളിലത്തെ ആ സാധനം പോലെ തന്നെ ആയിട്ടുണ്ട്. പുള്ളിയുടെ തലയുമല്ല ഇങ്ങനെ ഉണ്ട് ഇതിരിക്കണേ. ആ കുഴപ്പമില്ല. ദേ അച്ഛമ്മൂൻ്റെ കറക്റ്റാ. ഇരുന്നോ ഫോട്ടോ ടൈം നാ 3, 2, 1 go. Come, Mamu time now. Come. Mutta. Good morning, Ra. നമ്മൾ കുട്ടികൾക്ക് ഈ രാവിലെ മുട്ട കൊടുക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ ഈയിടെയായിട്ട് ഒരുപാട് കമൻറ്റ് വരാറുണ്ട്. നിങ്ങൾ കുട്ടികൾക്ക് പ്രോട്ടീൻ ഓവർലോഡ് ചെയ്യാണ്, നിങ്ങൾക്ക് പ്രാന്താണ്, പൊട്ടനാണ്, ഇങ്ങനെ പ്രോട്ടീൻ കൊടുത്തിട്ട് അവൻ്റെ കുട്ടികളിൽ പരീക്ഷണം നടത്തുകയാണ് എന്നൊക്കെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് നോക്കാം ഇവർക്ക് ശരിക്കും നമ്മൾ പ്രോട്ടീൻ ഓവർലോഡ് ചെയ്യുന്നുണ്ടോയെന്ന്. ഒരു വയസ്സായ കുഞ്ഞിനെ ഇന്ന് സയൻസ് നിഷ്കർഷിക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മുതൽ 14 ഗ്രാം പ്രോട്ടീൻ പെർ ഡേ ആണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഇവർക്ക് 1 വയസ്സാവാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇവർക്ക് രാവിലെ നമ്മൾ കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ് മൺഡേ ടു ഫ്രൈഡേ. അത് 2 ആൾ ഷെയർ ചെയ്യാണ്. അതിൽ നിങ്ങൾ കാണാറുണ്ട് ഈ തുപ്പണത്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു കോഴിമുട്ടയിൽ 5 to 6 ഗ്രാം പ്രോട്ടീൻ എടുത്താൽ അതിനെ പകുതി ഷെയർ ചെയ്ത് തുപ്പിലും കൂടെ കഴിഞ്ഞാൽ 2 ഗ്രാം പ്രോട്ടീനാണ് ആവറേജ് ഇവർക്ക് കിട്ടുന്നത്. സാറ്റർഡേ സൺഡേ ഇവർ കഴിക്കുന്നത് 2 കോഴിമുട്ട പുഴുങ്ങും പൊരിക്കും. അത് ഇവർ ഒരെണ്ണം വെച്ച് കഷ്ടി കഴിക്കും. പക്ഷെ അന്ന് അവർ ലഞ്ചും ഡിന്നറും കുറവേ കഴിക്കുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവരത് തുപ്പിക്കളയും. ഇനി ഉച്ചയ്ക്കൊക്കെ നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 to 30 ഗ്രാം അല്ലെങ്കിൽ 40 ഗ്രാമോളം മീറ്റാണ്. അതും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇവർ തുപ്പുന്നത്. ഇത് കണ്ട തുപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 20 ഗ്രാം മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 4 ഗ്രാം പ്രോട്ടീൻ പെർ പേഴ്സൺ ഇവർക്ക് കിട്ടും. അതും ഇവർ തുപ്പൽ കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യില്ല. ഒരു മീല് ഒരു 3 ഗ്രാം പ്രോട്ടീൻ കിട്ടും. ഡിന്നറിനും ഒരു 3 ഗ്രാം പ്രോട്ടീൻ കിട്ടും. അപ്പോൾ രാവിലത്തെ 2 ഗ്രാം, ഉച്ചയ്ക്കലത്തെ 3 ഗ്രാം, ഡിന്നറിന് 3 ഗ്രാം, 8 ഗ്രാം പ്രോട്ടീൻ ഫ്രം ഫുഡ്. അതുകൂടാതെ ഇവർ കുടിക്കുന്നത് ഒരു ദിവസം 400 ഗ്രാം പാലാണ്. 400 ഗ്രാം പാല് പൊടിപ്പാലാണ് നമ്മൾ കൊടുക്കണേ. 1.5 ഗ്രാം പ്രോട്ടീനാണ് 100 ml ഉള്ളത്. അപ്പോൾ എത്രയായി? 6 ഗ്രാം പ്രോട്ടീനാണ് കിട്ടണേ. അപ്പോൾ 6ഉം 7ഉം 13 ഗ്രാം പ്രോട്ടീൻ. സയൻസ് എത്രയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? 14 ഗ്രാം പ്രോട്ടീൻ മിനിമം അല്ലെങ്കിൽ ആവറേജ് ഒരു ചൈൽഡിന് കിട്ടണം. ഇനി നിങ്ങൾ പറ ഇതെങ്ങനെയാണ് ഓവർലോഡ് ആകുന്നത്? മുട്ടയും ഇറച്ചിയും കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയ്ക്കധികം അസഹിഷ്ണുതയുള്ള ഒരു ജനസമൂഹം എന്ന് പറയുന്നത് നമ്മളാണ്, ഇന്ത്യൻസ്. നോ ഡൗട്ട്. മറ്റുള്ളവർക്ക് ഇത്ര അസഹിഷ്ണുതയില്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്കെ വെജിറ്റബിൾ പ്രോട്ടീൻ വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര പ്രോട്ടീനാണ് കിട്ടണമെന്നുള്ളത്. ഒരു പക്ഷേ നിങ്ങൾ 400 ഗ്രാമിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ 400 ml കൂടുതൽ പാല് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ടാവും. അപ്പോഴും അമ്മപ്പാലാണെന്ന് വെച്ചെങ്കിൽ 1.2 ഗ്രാം പ്രോട്ടീനേ ഉള്ളൂ. ബാക്കി ഇറച്ചി അല്ലാണ്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് സഫീഷ്യൻറ്റ് പ്രോട്ടീൻ കിട്ടുക എന്ന് മാത്രമല്ല ഇതൊരു ആവറേജ് കണക്കാണ്. സം കിഡ്സിന് ദേ നീഡ് നിയർലി 20 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ എ ഡേ. ഒരു എക്സ്ട്രീം കണക്കിലേക്ക് പോവുകയാണെങ്കിൽ ഞാനൊരു തരി കൂടുതൽ പ്രോട്ടീൻ കുട്ടികൾക്ക് കിട്ടിയാലും കുഴപ്പമില്ല എന്ന് കരുതുന്ന ഒരാളാണ്. ആൻഡ് റിമെമ്പർ ദേ ഗെറ്റ് വെരി ലെസ് ലൈക്ലി എക്സ്ട്രാ പ്രോട്ടീൻ ബിക്കോസ് പ്രോട്ടീൻ ഒരിക്കലും അവർക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ തുപ്പൽ കാണുന്നത്. തുപ്പിക്കഴിഞ്ഞാൽ നിർത്തുക. ദേ തുപ്പണം. നോക്കി ഞങ്ങൾ ഈ മുട്ടയിൽ ഇത്രയും ബാക്കിയുണ്ട്. സോ ദേ ആർ ഫുൾ. They are not overloaded with protein. Guys, remember, protein deficiency is the major deficiency, especially in Indian kids. Iron deficiency, major deficiency in Indian kids. Vitamin B12 deficiency, major deficiency, Indian kids. Zinc deficiency, major deficiency, Indian kids. Why? We don't eat meat and eggs and fish. And what happens when they grow up? എൻ്റെയൊക്കെ പോലെ ഒരു ആരോഗ്യം ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക. അത് തന്നെ, വേറെ ഒന്നുമില്ല. സോ ബെറ്റർ. ഇതിനൊന്നും വിലയുള്ള സാധനമല്ല. ഇതൊന്നും അവർ ഒരിക്കലും അളവിൽ കൂടുതൽ പ്രോട്ടീൻ ഒരു കുഞ്ഞ് കഴിക്കില്ല കേട്ടോ. അൺലെസ് നിങ്ങളിതിൽ വല്ല പഞ്ചസാരയൊക്കെ ഇട്ട് കുത്തി കയറ്റി കൊടുക്കണം. സോ വെൻ ദേ സ്പിറ്റ് ദേ ഡൺ.
ഓക്കെ, ദാറ്റ്സ് ദ സ്റ്റാർട്ടിംഗ് നോട്ട് ഫോർ ദ ഡേ. ഏറെയൊക്കെ വളരെ കുറച്ച്, നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എസ്മെ നീഡ് മോർ ഫുഡ് ആൻഡ് ഷീ ഈറ്റ് ലിറ്റിൽ ബിറ്റ് മോർ. എയ്റ ഓൾവേസ് റിക്വയർഡ് ലെസ് ഫുഡ്. അവൾ കുറച്ച് ചെയ്യണ്ട തുപ്പി. അപ്പോൾ നമ്മൾ കൊടുക്കണില്ല, അവൾക്ക് ഇങ്ങനെ വായിൽ വെച്ച് കൊടുത്ത് നോക്കും, അവൾ തുപ്പും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അത് നിർത്തും. എസ്മൈ ഈറ്റ്സ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഓരോ കുട്ടിയും വ്യത്യാസമുണ്ട്, എല്ലാം വ്യത്യാസമുണ്ട്. ആവറേജാണ് നമ്മൾ എടുക്കുന്നത്. ആ ആവറേജ് പോലും അവർക്ക് എത്തിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇനി സ്കൂളിൽ പോയാൽ തീരെയില്ല റൊട്ടീൻ. സ്കൂളിൽ ഇവർ കണക്കേ ഉള്ളൂ, ഇവർ കൊടുക്കുന്നത് മുഴുവൻ ഈ പ്രോസസ്ഡ് ഫുഡാണ് സ്കൂളിൽ. ഐ എം നോട്ട് ബ്ലെയിമിങ് ദം, ദാറ്റ് ഈസ് എ സിസ്റ്റം, ബട്ട് ദാറ്റ് ഈസ് എ റിയാലിറ്റി. ഇപ്പോൾ ഡോർ തുറക്കണ സൗണ്ട് കേട്ടാൽ രണ്ടാളിവിടെ എത്തും. കല്ല് തന്നെ, കല്ല് പറക്കോളാ. ഇവിടെ മാറിയിരിക്കണം ഏറമ്മ. തുറന്നേരം ഇങ്ങട്. ഓ ആ ഇടിയായിട്ടാ, ഇടിയായി. പോമറേനിയും പട്ടിക്കുട്ടിയോട് മറ്റേ രാവിലെ ഡോർ തുറക്കുമ്പോൾ കണ്ടിട്ടില്ലേ? ഇതൊന്നും പണ്ടായത് തുറക്കാനും പറ്റാണില്ലല്ലോ. ഓ പെട്ടെന്ന് വിട്ട കല്ലെല്ലാം തിന്നെ. കുട്ടി കോല് തിരിച്ചിട്ട് കണ്ണ് കുത്തിയായിരുന്നു. ഇപ്പൊ തന്നെ കണ്ണ് പോയാനായിരുന്നു. ഇതൊക്കെ ഒന്നിനും വളക്കേ. ആ കുട്ടിക്ക് എന്താ പറയാ? വഴക്കുണ്ടാക്കല്ലേന്നാ? ആ അപ്പൊ തന്നെ ഭിത്തിയിൽ പോയി കയറിയായിരുന്നു വണ്ടി. ഞാൻ ഭിത്തി ഉണ്ടോ നോക്കിയതാ. ഗുഡ് മോർണിംഗ് ബാംഗ്ലൂർ. ഓക്കെ, മോർണിംഗ് കൊണേടി വിത്ത് ഗോൾഡ, നവീൻ, പ്രിങ്ങു, എസ്മെ ആൻഡ് എയ്റ. പ്രിങ്ങുവിന്റെ പേര് എന്താണെന്ന് ചോദിച്ചിരുന്നു. കുറെ പേര് എപ്പോഴും ഞാൻ പറഞ്ഞു മടുത്തു. പ്രിങ്ങുവിന്റെ പേര് എയിൽബിഡ് ആലിസ് ജോബ്. എസ്മയുടെ പേര് എസ്മെ തെരേസ ജോബ്. ഞാൻ അങ്ങനെ പറയുള്ളൂ, എയിൽബിഡ്. എയ്റയുടെ പേര് എയ്റ മെരി ജോബ്. ഗോൾഡയുടെ പേര് ഗോൾഡ മാറിയ ചാക്കോ. നവീന്റെ പേര് നവീൻ ജോബ്. നമ്മൾക്ക് രണ്ടൊന്നും വേണ്ട, ഇപ്പോൾ ഒറ്റ പേരുള്ള നവീൻ ആൾക്കാർ ഇവിടെ. ബും പാങ്. സി അയ്യോ എങ്ങോട്ട്? ഓ ഞാൻ ഹെലികോപ്റ്റർ പോണെന്ന് ചോദിച്ചു. കാറ് പോണ സൗണ്ടാ പണ്ടാറ്. ഞാൻ ഹെലികോപ്റ്റർ നോക്കുക. എന്ന് ഓഫ് എടുത്താണാവോ? ഗോൾഡ് തന്നെയാണ് ആദ്യം ഇടണ്ടേ? ഓക്കെ, ഗോൾഡ് തന്നെ നമ്മൾ ആദ്യം ഇടുകയാണ്. ഇന്ന് നാസയിൽ പോയിട്ട് പൊട്ടിത്തെറിക്കാനുള്ള ഗോൾഡിലേക്ക് വേണ്ടേ? ട്രെയിൻ വന്നിരുന്നു നിനക്ക് അറിയാ? ഓക്കെ, അപ്പോൾ നമ്മൾ കിഡ്സിനെ കൊണ്ട് വിടുന്നതായിരിക്കും. എന്നിട്ട് എനിക്ക് വീട്ടിൽ പോയിട്ട് ഒരു കാപ്പ് കുടിക്കണം. പിന്നെ ഇന്ന് എന്തൊക്കെ പണികളാണ് ചെയ്യണ്ടേ? ബീഫ് വളർത്തിയതുണ്ട് അവിടെ. പിന്നെ എന്നിട്ടാ വേറെ ഉണ്ട്? ബീഫ് വളർത്തിയതുണ്ട്. പിന്നെ എന്തെങ്കിലും കറി വയ്ക്കാം അല്ലേ? ഹായ്ന്ന് പുരുങ്ങുൻ്റെ ബാഡ്ജ് കണ്ടിട്ട്. ഓക്കെ എന്നാ ബായ്. അയ്യോ അമ്മ പോവല്ലേ? പോവല്ലേ അമ്മ? അമ്മ നാളെ വർക്ക് ഫ്രം ഹോം അല്ലേ? എന്തേ ഞാൻ പറയില്ല. ഓ ഇവളൊരു ഓസ്ട്രേലിയക്ക് പോണതിനെ കുറിച്ച് ഇവിടെ പേടിച്ചിട്ടാ. എടി നീ ഒരു അയ്യോ ഓട്. മൈക്കിൾ ജാക്സന്റെ പോലെ ഉണ്ട്. ഗുഡ്സിലാണോ പുള്ളിക്കാരനെ കൊണ്ടുപോണേ? അത്രയ്ക്ക് വലിപ്പില്ലല്ലോ. ഓക്കെ ബൈ. പ്രിങ്ങ് ബൈ പറയണില്ലേ? പൊക്കോ. ഒരു പാവ അവള്. ബൈ. നൈസ് സ്കൈ, ബ്യൂട്ടിഫുൾ. ബൈ അമ്മ. നമ്മുടെ ഉച്ചക്കലത്തെ ലഞ്ചിന് ഇന്നലത്തെ ബീഫില്ലേ, ഇതേ കണ്ട. ഇപ്പം നമ്മുടെ ബീഫ് നോക്കിയേ, ഒരു ദിവസം ഫ്രിഡ്ജിലൊക്കെ ഇരുന്ന് നമ്മൾ ഒന്നുകൂടി ഒലത്തി എടുത്തുമ്പോൾ കറുത്ത് വരുന്ന കണ്ട. കുറച്ച് ഉള്ളി ഇട്ട് ഞാൻ ഒലത്തി വെച്ചിട്ടുണ്ട്. ഇത്രേ ബാക്കിയുള്ളൂ. ഇനി എനിക്ക് പൊറോട്ട കഴിക്കാൻ തോന്നി. പൊറോട്ട കഴിച്ച് ഞാൻ പണ്ടാരടങ്ങി പോവും. എന്നാലും വേണ്ടിയില്ല, ഒരു പൊറോട്ട കഴിക്കാം. ഇത് മലേഷ്യൻ സ്റ്റൈല് പൊറോട്ടയാണ് കേട്ടോ. ഇത്രയ്ക്കും വലിയ പൊറോട്ട ഞാൻ കഴിച്ചതെന്ന് 20 ഞാൻ പകുതി കഴിക്കാം. പക്ഷെ ഭയങ്കര കൊതി എനിക്ക് പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഐ ലവ്. സോ പൊറോട്ട വിത്ത് ബീഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ. ഇനി അതിനെക്കുറിച്ച് ഞാൻ വേറെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് ദീസ് ആർ ദ ഗുഡ് മലേഷ്യൻ പൊറോട്ട, അല്ലെങ്കിൽ ശ്രീലങ്കൻ കൈൻഡ് ഓഫ് പൊറോട്ടയാണിത്. സോ പൊറോട്ട റെഡി. ഓക്കെ, നൗ ഈറ്റ്. നമുക്കൊന്ന് കട്ട് ചെയ്യാം. ബ്യൂട്ടിഫുൾ പൊറോട്ട. ചെറുങ്ങനെ അടിക്കാറുണ്ട് കേട്ടോ, ഞാൻ അടിക്കുന്നില്ല. കാരണം ഇത് അടിച്ചില്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഒരു പൊതിഞ്ഞ് കണ്ട ഇങ്ങനത്തെ ലെയറാക്കി വെച്ചിട്ടുള്ള കാരണം ഇത് അടിച്ചില്ലെങ്കിലും നമുക്ക് ലെയറായിട്ട് തന്നെ കിട്ടും. ബട്ട് ഇറ്റ് ഈസ് ടു മച്ച് ഉണ്ട് പൊറോട്ട. There we go. Beautiful പൊറോട്ട with a little bit of a beef. And one thing is missing. എനിക്ക് എപ്പോഴും പൊറോട്ടയും ബീഫും കഴിക്കുമ്പോൾ I love homemade തൈര്. Okay. Now eat the dinner. Ooh.
This is after a long time eating porota. And look at the porota, very nice, thin, beautiful porota with a little bit of thyra, and some beef. ഞാനിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു കിടുതാപ്പ് മേടിച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്യുന്ന ടീമിന് ഞാനിങ്ങനെ ക്യാമറ ഓണാക്കി ഇടുന്ന കാരണേ ഭയങ്കര പാടല്ലേ. ഇതാകുമ്പോൾ ആവശ്യമുള്ളപ്പോൾ ഓണാക്കുക, ഓഫാക്കുക. ഈ സാധനം ഈ ട്രൈപോഡിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു. എനിക്ക് ഇത്രയും കാലം അറിയില്ലായിരുന്നു. സോ എഡിറ്റിംഗ് ടീം, ഐ ഹോപ്പ് യു ഗെറ്റ് എ ബിറ്റ് ഓഫ് റിലാക്സ് ഫ്രം മൈ ലോങ് വീഡിയോസ്. പക്ഷേ നമ്മൾ ഈ വീട്ടിൽ നടക്കുന്ന സംഭവമായ കാരണേ കുട്ടികളുടെയൊക്കെ എന്തെങ്കിലും ഇതും പിന്നെ ആ ഒരു റാൻഡം കോൺവെർസേഷനൊക്കെ ഇങ്ങനെ ഓണായിരിക്കുമ്പോഴേ രസമുള്ളൂ. എന്നിട്ട് ട്രിം ചെയ്യണ്ടേ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി നഷ്ടപ്പെടും. ഓ കണ്ട എത്ര പെട്ടെന്നാണ് നമ്മളൊരു പീസ് പൊറോട്ട തിന്ന് തീർത്തേ. ഞാൻ നിങ്ങളോട് വർത്തമാനം പറഞ്ഞ് നിൽക്കുന്ന നേരം കൊണ്ട് ഞാൻ മിക്കവാറും ഈ 4 പൊറോട്ട തിന്ന് തീർക്കും, 4 പീസ്. ബീഫ് ടേസ്റ്റ് സോ ഗുഡ്. വൈകുന്നേരത്തേക്ക് ഞാൻ കുറച്ച് തോർത്തുലീനി പാസ്ത കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ചിക്കൻ, കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് പാസ്ത കൊടുക്കാം. അപ്പോൾ പിള്ളേർക്ക് they love pasta, stuffed pasta with bacon and some chicken. ബീഫില്ല അപ്പോൾ സോഡിനെ. പിന്നെന്താ, ഇന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ടൊരു ദിവസമായിരുന്നു. ജിമ്മിന് പോയി കഴിഞ്ഞിങ്ങോട്ട് വന്നു. വരണ വഴിക്കാണ് ഷോപ്പ് ചെയ്തത്. സോ ഐ സീ യു ആഫ്റ്റർ സം ടൈം. പൊറോട്ട കഴിച്ചിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ പൊറോട്ട കഴിച്ചൊക്കെ എന്തുണ്ടാവും കണ്ടങ്ങൾക്ക് ബ്ലോട്ടിങ്. ഐ കാൺ ഹാൻഡിൽ പൊറോട്ട. അല്ലെങ്കിൽ പൊറോട്ടയിലെ മൈദയില്ലേ, മൈദയുടെ ഷുഗർ എൻ്റെ ബോഡിക്ക് പറ്റില്ല. എൻ്റെ 6 ആപ്സ് പോയിട്ട് സിംഗിൾ കണ്ട, എൻ്റെ 6 ആപ്സ് ഇപ്പോൾ കട്ടായിട്ട് മുകളിൽ കയറിയിരിക്കണേ. അയ്യോ, look at this. So porota, my favorite, but always I get stuffed with the porota. So when you eat porota and you get this, then probably maida is not good for you. Okay, അല്ലെങ്കിൽ മൈദയുടെ സ്റ്റാർച്ച് നമ്മുടെ ബോഡിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അല്ലെങ്കിൽ ഗ്ലൂട്ടൻ പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടാവും. സോ അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് വേണമെങ്കിൽ മൈദേനെ മോശം പറയാം. അല്ലെങ്കിൽ മൈദ കുഴപ്പമൊന്നുമില്ല, നമുക്ക് തിന്നാം. എൻ്റെ അവസ്ഥ ഇതാണ്. പരിപ്പ് മൈദ ഒന്നും തൊടാൻ പറ്റില്ല, വയറ് ഗെറ്റ് സ്റ്റഫ്ഡ്. നൗ വാക്യൂം ക്ലീനിങ്. ഓക്കെ, വാക്യൂം ക്ലീൻ ചെയ്യണം, ഇതെല്ലാം കഴിയണം. അപ്പോഴേക്കും പ്രിങ്ങ് വരും 3 മണി. then my power nap. I can't wait to power nap actually. GH, hi. What is it? Welcome. വരണം മിസ്റ്റർ ഇന്ദു ചൂടൻ. ഞാൻ നിനക്ക് വേണ്ടി മൈക്ക് കൊണ്ടുവന്നുണ്ട്. I got a new program for you. Put it on please. Thank you. ഇന്നത്തെ ആർജെ നീയാണ് കേട്ടോ, റേഡിയോ ജോക്കി പ്രിങ്ങു. ഗുഡ് ആഫ്റ്റർനൂൺ തൃശ്ശൂർ. യു ആർ വിത്ത് നിങ്ങളുടെ സ്വന്തം RJ പ്രിങ്ങു. പറഞ്ഞേ, നീ പറ. നീ ഒരു റേഡിയോ ജോക്കിയുടെ പോലെ. രാവിലെ നമ്മൾ ഗുഡ് മോർണിംഗ് ബാംഗ്ലൂരിലായിരുന്നേ, ഉച്ചയ്ക്ക് നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ തൃശ്ശൂർ. Good afternoon, Trishur. You are with പ്രിങ്ങു. പറ, നിനക്ക് ഇംഗ്ലീഷിൽ പറയാലോ. You're with Pringa. Confident. Bring the confidence in, not the confident. Now we are with Konyadi, with Kada and Pringa. Yes, Konadi with the Pringa. Let's hear my story. Come on. Okay. What is your story? Story for the day. Come on. What is your story? My story, I had a beautiful day. I went to the shop, got some meat and stuff, went to the gym, came back, cooked some lunch for me and got some pasta and stuff for you for the dinner. Clean the house, vacuum clean the whole stuff, and I'm done for the day. I'm going to sleep. Before I sleep, I make you coffee. That's it. What is your story, Mai? My story is... You're talking to them, not talking to me, not talking to the wall. So you have to bring the eye contact. My story is, okay, what is your story? I don't actually have a story. You got no stories. You have to make stories. A Trishur, good Trishur girl and a boy always make stories. So don't play around with it. You need to be consistent. Story da. Story ഇല്ല. നീ അത് ഇളക്കല്ലടാ. You watch the camera. Don't move. അത് എനിക്ക് കൊണ്ടിരുന്ന് കഴിഞ്ഞാല് എങ്ങനെ ശരിയാവണേ? I'm watching the camera. Yeah, you watch the camera, so your hands will follow your eyes and your brain. So you don't need to walk. No.
So what is your story? എനിക്കൊരു സ്റ്റോറി ഇന്നൊന്നും ഉണ്ടായില്ലേ സ്കൂളില്? ഇല്ല. Oh my gosh. So you can't even make up a story? No. Just say this teacher said to me this, but I didn't take it, so I just normally. Oh, yeah. Oh yeah, there we go. So this boy, Yeah. we had these cards, so we can like clean up the area that we are supposed to go, and then See, your camera is playing up now. and then he said that I'm stupid. Ah. So then I told the teacher of him. Oh yeah. Yeah. So someone called you stupid. You should have said the same. You are also stupid. See, two stupids playing around. Yeah, they're just standing there right now. So, did you call them stupid? No. Ah, see. So if somebody call you stupid, you call them stupid, then you go and complain the teacher. So the teacher asks you who is the stupid called first day. Then they okay? Yeah, you need to. Bullies always deal with the bullies, honey. Okay? Okay. Okay, now coffee. So, say bye. Bye! Konayadi finished. Konayadi has finished with Dada and Pringo. Pringo, and we see you again tomorrow. Huh? With afternoon Konayadi. Afternoon Konayadi session Why did avsanichalo. you say tomorrow? Oh, നിന്റെ ഈ സെഷൻ അവസാനിച്ചില്ലേ? Oh. ആയാ? ഇല്ല. നീ കൊണ്ടടിക്കുന്നുണ്ടോ? Oh, good. Okay, ശരി എന്നാ guys. Okay. So bring one a cup of tea, coffee and 2 rusk. So me signing off. I see you after a power nap. Bye. There we go. And there we go. Esme. ആരല്ലാ തീരത്തെ മോഹങ്ങൾ ആനനി നീനു നുനു നാനനി നീനു നുനു മിന്നൽ വള കയ്യിലിട്ട കണ്ണഴകേ മാ ഏറമ്മ ഏ ഏ ഇത് ഇവൻ എവിടെയായിരുന്നു ഇത്രയും നേരം ഏ ഏറമ്മ ഏ ബ്ലോക്കിസ് ദാറ്റ്സ് ഓക്കെ ഷീ വിൽ ലേൺ കുട്ടി ഓടിക്ക് വന്ന എന്ന് കുറുമ്പൊന്നും കാട്ടിയില്ല മരുന്ന് മേടിച്ചു അവിടെ നിന്ന് ആ എനിക്കറിയായിരുന്നു പോയിട്ട് മേടിച്ചിട്ട് സാധാരണ നീ ഒന്നും മറക്കാറില്ലല്ലോ ഇനിയിപ്പോൾ ഇവളെന്നെ ഇവിടെ ഇരുത്തി കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ എൻ്റെ അച്ചമുട്ടം വരും ഇരുന്നോ ഭയങ്കര കാർ ഓടിക്കൽ തുടങ്ങിയല്ലോ ഞങ്ങളുടെ എൻ്റെ പോണേ ഡേ എന്നോട് വലുതാകുമ്പോൾ അച്ചമ്മ ചോദിക്കട്ടെ നീ ഏറമ്മേനെ മാത്രമാണ് ഇവിടെ ഇരുത്തിയെന്ന് എന്താ കുട്ടികളുടെ സന്തോഷം എല്ലാ കുട്ടികളും ഈ കാറിന്റെ മുകളിൽ കയറിയിരുന്ന ഇതിന്റെ കഥ അല്ല വണ്ടി ഓടിച്ചേ വണ്ടി വേണ്ടേ വേണ്ടേ ഡിന്നറിന് ഏർമ്മ അമ്മേനെ അടുത്തിരിക്കണ കോ ഡി എന്തായാലും ഇന്ന് പുതിയത് പഠിച്ചവര് ആ ഏറാ show me the blockies please Aira blockies Okay. മാമ ഉണ്ടാക്കി തരട്ടെ അവിടെ പാസ് ഉണ്ടാക്കി തരട്ടെ വാട്സ് വാ നമുക്ക് പാസ് ഉണ്ടാക്കാം കമ്മ ഇന്ന് എന്തെന്നറിയില്ല കേട്ടോ രണ്ടാൾക്കാരും ഭയങ്കര സന്തോഷത്തിലുള്ളത് സാധാരണ ഈ നേരം ആകുമ്പോൾ ഭയങ്കര അലമ്പാ അലമ്പായി നോ എന്ത് നോ എന്താണ് നോ നോ No. 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 വാ അവിടെ പാസ് നോക്കിയിട്ട് വരാം നമുക്ക് പാസ് കുക്ക് ചെയ്യണ്ടേ അപ്പോൾ വിശക്കണില്ലേ കുട്ടിക്ക് നമ്മുടെ തോർത്തലിനി ഗോയിങ് എന്താണ് നീ ചെയ്തത് വേറെ ഇവിടെ പൊങ്ങോനെ ഞങ്ങൾ വഴക്ക് പറയായിരുന്നേ അപ്പോൾ വഴക്ക് പറയണത് കേട്ടിട്ട് രണ്ടെണ്ണങ്ങളും ഞങ്ങളെന്നെ പേടിപ്പെടുത്തുക അപ്പോൾ അവർ സിസ്റ്റേഴ്സ് ഫ്രണ്ട്സായി പോവാണോ അമ്മയും മോളോ ഇപ്പം എങ്ങനെ ശ്വാസം കിട്ടിയേ അമ്മ വർക്കൗട്ട് ചെയ്യണില്ലേ ഇന്ന് ഇത് കഴിയുമ്പോഴേക്കും 7 മണിയാവും എന്നൊരു വെറൈറ്റിക്ക് ഇന്ന് ബ്രേക്ക് എടുത്തോ ഓക്കെ എനിക്ക് വേണ്ടിയിട്ടാണ് വർക്കൗട്ട് ചെയ്യണം എന്നോട് താങ്ക് യു നമുക്കൊരു സിനിമ ഉണ്ടല്ലോ നാളെ ഇന്ന്
എടാ തെണ്ടിയെ ഇന്നലെ 8 മണിയാകുമ്പോഴേക്കും എല്ലാ പരിപാടിയും കഴിഞ്ഞാലേ ആരാ നമ്മള് രണ്ടുപേരും കൂടെ തുണി നിനക്ക് ഇവിടെ സൈഡിൽ ചെയ്യാലോ അങ്ങനെ പറയരുത് കേട്ടോ ഇത് ഞാൻ നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ എന്ത് ഉണ്ടാക്കണം നിനക്ക് പാസ്ത നോക്ക് ഡോണ്ട് ബി ലൈക്ക് ദാറ്റ് കീകോ അല്ല അയ്യോ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ പാൻ ചൂടായി മറച്ചു ദേ ഇറ്റ്സ് റെഡി നൗ സീ ഹൗ ഈസി ഇനി നമ്മൾ ഈ പാനിൽ തന്നെ കേട്ടോ നമ്മുടെ പാസ്തയുടെ സോസ് ഉണ്ടാക്കണേ ഓക്കെ സോ അത് ഇനി നമ്മുടെ ബേക്കൺ ഇനി നമ്മുടെ ചിക്കൻ നോക്കിയേ നമ്മൾ എത്ര മിനിറ്റ് ഇതിൽ ചാറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഒരിച്ച് വരുന്നുണ്ടോ നമ്മളിത് 2 സൈഡും ഓൾമോസ്റ്റ് ഒരു 4 മിനിറ്റ് വെച്ച് വേവിച്ചിട്ടുള്ള ചിക്കൻ ആട്ടോ ചിക്കൻ എത്ര ടെൻഡറാണെന്ന് നോക്കിക്കോട്ടോ നിങ്ങൾ ഡു നോട്ട് ഓവർ കുക്ക് ദീസ് ചിക്കൻ ബ്രസ്റ്റ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോവും ബട്ട് ലുക്ക് അറ്റ് ദിസ് ജ്യൂസി ആസ് നീ ലുക്ക് നിങ്ങൾക്ക് തന്നെ കാണണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നുണ്ട് സോ ലിറ്റിൽ ബിറ്റ് ഓഫ് ഗാർലിക് കരിക്കണ്ട കേട്ടോ സോസ് കരിഞ്ഞു പോവും ആൻഡ് സം സ്പ്രിംഗ് അണിയൻ അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ ചേർക്കാം വൈറ്റ് വൈൻ ഇല്ലല്ലോ ഗോൾഡ് ഇവിടെ നോ വൈറ്റ് വൈൻ വൈറ്റ് വൈന് വേറെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു ദിസ് ഈസ് കോൾഡ് ഡീഗ്ലേസിംഗ് എന്ന് പറയും കേട്ടോ ചിക്കൻ്റെ സോസും സ്റ്റോക്കും ഇതൊക്കെ ഇതിലേക്കാവും വൈനാണെന്നുവെച്ചെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും വി ഡു ബിറ്റ് ഓഫ് വാട്ടർ ഇല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് കണ്ടാ ഈ പാത്രമെല്ലാം കഴുകി ഇതിൻ്റെ ഒപ്പം ചേർന്ന ഈ പരിപാടി ബട്ടർ നൗ ദ ചിക്കൻ ഗോയിങ് ഇൻ സം ക്രീം ഇനി കുറച്ച് ചിക്കൻ സ്റ്റോക്കിൻ്റെ ഇത് കിട്ടാം നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് വീട്ടിലത്തെ തീർന്നു പോയി പക്ഷേ ഇത് ഞാൻ തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു തെറ്റിയിട്ട് പണ്ടാര് അത് കാരണം ഇത് കട്ടയും പിടിച്ചു ഇതിനോട് ശ്രദ്ധ പോകണ്ടോ കൂടെ യു നീഡ് ടു ആഡ് സം വൈൻ ഇൻ ടു ഇറ്റ് ടു ഗീവ് ദാറ്റ് എക്സ്ട്രാ ഫ്ലേവർ ടു ദ പാസ്ത ആൻഡ് ടു ദ സോസ് നൗ ഐ ആം ആഡിങ് ദ പാസ്ത ലവ്ലി ഇന്ന് ഞാൻ എൻ്റെ വയറ് ഉച്ചയ്ക്ക് ബ്ലോട്ടിംഗ് ഒന്ന് മാറി കുറഞ്ഞ് വന്നിട്ടുള്ളൂ ഇന്ന് പെട്ടയ്ക്ക് ഞാൻ നിന്ന് സം പെപ്പർ സോ ദിസ് ഈസ് ആക്ച്വലി ഒരു ഈസി പാസ്ത റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് ഇനി ഫ്രഷ് ക്രീം ഇല്ലാച്ചെങ്കിൽ യു ക്യാൻ ആഡ് മിൽക്ക് ഇൻ ടു ഇറ്റ് നൗ വി ആഡ് some cheese and we done in dusted then babies can eat it now തോന്നോ കണ്ണാടി മേയുന്ന കല്യാണം നെയ്യുന്ന നേരത്തെ നെരിയുള്ള കണ്ണേ മലങ്കാരി just boil it once okay done ഞാൻ തീ ഓഫ് ചെയ്തു നൗ അവർ ചീസ് ഗോയിങ് ഇൻ പാമിസൺ വേണമെങ്കിൽ പാമിസൺ ചേർക്കാട്ടോ ദിസ് ഇസ് ചെക്ക ജനറൽ പിസ്സ ചീസ് ആൻഡ് ഡൺ പാഴ്സലി ചേർക്കാം അറ്റ് ദ എൻഡ് എങ്ങനെയുണ്ട് നൈസ് അല്ലേ എൻ്റെ പാസ്ത there we go നമ്മുടെ ബ്യൂട്ടിഫുൾ പാസ്ത ലോക്ക്ഡ് ഇൻ ഇവിടെ നല്ലൊരു പാസ്ത ബോൾ ഇല്ല ഗൈസ് നല്ലൊരു പാസ്ത ബോൾ എനിക്ക് മേടിക്കണം ഇൻസ്റ്റെഡ് വാട്ട് ഐം ഗോണ ഡു നൗ നമ്മളെപ്പോഴും ഉപയോഗിക്കാറുള്ള ഈ ഒരു ബൗളില്ലേ ഇതിലേക്ക് തൽക്കാലം ഒരു പോർഷൻ ഇടാം റിമെമ്പർ പാസ്ത ഭയങ്കര ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡിന്നറാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചിക്കനൊക്കെ ആഡ് ചെയ്തിട്ടുള്ള കാരണം ഓൾവേസ് ദിസ് ഈസ് ഗോയിങ് ടു ബി വെരി ഹെവി ഡിന്നർ ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഓൺ ടോപ്പ് ദെൻ എ കപ്പിൾ ഓഫ് ചിക്കൻ പീസസ് സോ ദാറ്റ്സ് അവർ ഡിന്നർ ആൻഡ് ചിക്കൻ്റെ മുകളിൽ ലേശം സ്പൈസസ് എന്താണ് മെയിൻ ഗേൾസ് നടന്നു വരുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞു വായോ നടന്നു വായോ നാളെ വരാം ഒരു ഗേളിനെ കൊണ്ടുവരാം ബാ നമുക്ക് ഷോർട്ട് കട്ട് എടുക്കാം ഷോർട്ട് കട്ട് കമോൺ ലെറ്റ്സ് ഗോ നൗ ഗേൾസിനെ കാണുന്നുണ്ടോ നിങ്ങൾ ആ വാ ആ ഞങ്ങൾക്ക് പ്രോട്ടീൻ കുറച്ച് കൂടുതൽ വേണ്ട കേട്ടോ ആദ്യം വരുന്നത് ബാക്കിൽ പറഞ്ഞ പ്രോട്ടീൻ കുറച്ച് മതി ആ 2 പോമറേനിയൻ പട്ടിക്കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് ക്യാമറ കഴിഞ്ഞ ദിവസം ഒരാൾ ഇരുന്നു കേട്ടോ ക്യാമറ കഴിഞ്ഞ ദിവസം ഒരാൾ ഇരുന്നു ഇനി എനിക്ക് പറ്റില്ല കേട്ടാ ഞാൻ ക്യാമറ തിരിച്ചു വെക്കട്ടെ ഇനി ബാക്കിൽ നിന്നുള്ള വ്യൂ വേണ്ടേ ബായോ ആ ബാ 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 ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് യാത്ര ചെയ്യുള്ളൂ ആ ബാ ബായോ ഞാൻ ഒന്ന് ഇരിക്കട്ടെ കിച്ചൻ്റെ ആ കണ്ടില്ലേ ഞങ്ങളുടെ മൂഡ് കണ്ടില്ലേ ഗുഡ് പണിയുണ്ടത് ഇത് എളുപ്പല്ല ബായോ ആ ഇത് പണിയായത് എന്താ വിചാരിച്ചേ ഓ എന്താ മറ്റേ ആട്ടിടയെ നോക്കിക്കണ പോലെ ടച്ചുമ്പോ നോക്കിക്കണത് ഡോക്ടർ സൈമ നോ നോ അതാണ് നിന്റെ
ഇവിടെ ഭക്ഷണം കഴിക്കൽ നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നല്ലതാണോ? പാസ്തയാ എന്തൊരു പ്രശ്നമാണ്? അപ്പിനെ മുട്ടുണ്ടാവും. ഇവിടെ അപ്പിനെ മുട്ടുമ്പോൾ അറിയില്ലേ? ആ അച്ഛൻ വെറുതെ ആവശ്യമില്ലാണ്ട് അടി പിടിക്കാൻ കണ്ട. ആഹാ അങ്ങനെ പിടിച്ചിട്ടൊന്നും കാര്യമില്ല, അടി കിട്ടും. അപ്പോൾ സാധാരണ അങ്ങനെ പിടിക്കുന്ന ആൾ ഇപ്പോൾ കുണ്ടി വന്ന് ചാരി നിന്നു. ഞങ്ങളെന്നൊക്കെ ഉറക്കി കിടത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. സമയം 8 മണിയാവും അല്ലേ? കണ്ട മുക്കുണ്ട്, അതാണ് കാര്യം. അപ്പിനെ മുട്ടുണ്ട്, അതാണ് അല്ലേ? നല്ല നൈസ് ചിക്കൻ ഉണ്ട് ഡാഡയുടെ കയ്യിൽ. വേണോ? എല്ലാം സെയിമാണ്. ചുമ്മാ എന്തൊരു നോക്കണേ? ആർ യു സീയിങ് തിങ്സ്? എന്നാ ഐരമാ വേണോ ചിക്കൻ കഴിച്ചു കുറച്ച്? നല്ല സൂപ്പർ പാസ്ത കേട്ടോ. കോൾഡിൽ നിന്ന് ജോലി സ്ഥലത്ത് വിശേഷം ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എങ്ങനെ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണേ? എങ്ങനെയുള്ള നീ തന്നെ? ഞാൻ വേറെ ഇത് ചെയ്തോണ്ടിരിക്കുവല്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മിണ്ടുന്നേ. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? മിണ്ട്. നീ ബോളെടുക്കില്ലേ നാട്ടുകാർക്കേ? ഏടാ ദുഃഖേ ഏറാ ഏറാ നീ എന്തിനാ അതിനടിക്കാൻ പിടിച്ചിട്ട്? അവള് വരല് ഇങ്ങനെ ചൂണ്ടി കാണിച്ചാലോ നിനക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കണതാ അത്. എന്നിട്ട് അവളെ അടി മേടിച്ച് കൂട്ടും. ഇവളിങ്ങനെ വരല് വെച്ചിട്ട് ധൈര്യം ഉണ്ടാ നിനക്ക്, ധൈര്യം ഉണ്ടാ എന്ന് ചോദിക്കും. എന്നാ നീ എന്നോട് ചോദിക്കണേ ധൈര്യം ഉണ്ടെന്നാണോ? കുട്ടിക്ക് വയറ് നിൽക്കണില്ല അല്ലേ? തൊമ്മൻ്റെ മക്കളുടെ മമ്മൂട്ടിയാ. ധൈര്യം വരണ്ട. ഇരട്ടയല്ല, മമ്മൂട്ടിയും ലാലുള്ള പടമാണ് തൊമ്മനും മക്കളും. 2 മമ്മൂട്ടി ഉള്ളത് എന്തോ ഇരട്ട തന്നെയാ, അങ്ങനെ എന്തോ കൂടാ. ഞാൻ കുറച്ചു പാസ് എടുത്തിട്ട് അവിടെ ഇരുന്നോളൂ. അപ്പോഴേക്ക് സങ്കടം സഹിക്കാൻ വയ്യ ജോബിന്. അപ്പേ ചവട്ടെ കുറച്ച് കഴിച്ചില്ലേ? എന്താ പറ്റിയേ? ശങ്കരടി സൈസായില്ലേ? ആ അപ്പ അതിനെ ഉപദ്രവിച്ചല്ലോ. അതാ ഇവിടെ നിൽക്കിട്ട് നിന്നെ ഉപദ്രവിക്കണില്ലല്ലോ. ആ തന്തയ്ക്ക് ഇത് സ്വഭാവം ചെയ്യണ്ടേ? ആൾക്കാർ അവിടെ ഉള്ളതൊന്നും പുള്ളി കാണില്ല. പുള്ളിക്കൊരു വഴിയുണ്ട്, ആ വഴിക്കേ പുള്ളി പോവുള്ളൂ. അത് ഇൻ്റെ തന്തയല്ല ഞാൻ പറഞ്ഞേ, ഇവരുടെ തന്ത. ഇൻ്റെ തന്ത എന്ത് മാന്യാന്നറിയാം ആ കാര്യത്തിലൊക്കെ. ഒരു സമാധാനം ഉണ്ട്. അതങ്ങനെയാ, ഓഫ് സ്പ്രിങ്സിന് പവർ കൂടും. ഓസ്പ്രിങ് ഞാൻ നിന്റെ ലെവലിലേക്ക് താവാന്നാ. ഇതൊക്കെ ഒരു അപ്പി ഒരു പ്രശ്നമല്ല, ഒന്നുമല്ല. നിലത്തുനിന്നൊക്കെ വാരി എൻ്റെ കുട്ടി നല്ല കഴുകനാ, സ്കാവഞ്ചർ കാക്ക. ഇതാ തുപ്പിയതാ. നല്ല പാസ്ത പൊളക്കോ എന്ന് പറഞ്ഞിട്ട് പോയി. താങ്ക് യു അല്ലേ. അനദർ ബ്യൂട്ടിഫുൾ ഡേ എൻഡിങ്. ഇന്നത്തെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ഓവർലോഡിങ് ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ കൂടി മാക്സിമം പോയാൽ ഒരു 10-15 ഗ്രാം പ്രോട്ടീൻ ആയിരിക്കും, ഐ മീൻ മീറ്റ് ആയിരിക്കും ഇവർ കഴിച്ചിട്ടുണ്ടാവുക. യെറ്റ് ദേ ആർ ഈറ്റിംഗ് സം സോർട്ട് ഓഫ് എ മീറ്റ് എവറി ഡേ. സോ ഷീ ഈസ് ഫുൾ ദെൻ ദാറ്റ്സ് ഓക്കെ. കണ്ട ഇവൾക്ക് കുറച്ച് മതി ഫുഡ്, ഇവൾക്ക് കുറച്ചുകൂടി കഴിക്കും. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ ഡേ. യു ഗോട്ട് നത്തിങ് ടു സേ ടുഡേ? ഓക്കെ, ഗോൾഡ പറഞ്ഞു ബ്യൂട്ടിഫുൾ ഡേ എന്ന്. ഓക്കെ, അച്ഛന് മനസ്സിലായി. അപ്പൊ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോണം കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ ബൂപ്പാ. അപ്പൊ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോണം കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ ബൂപ്പാ. ഞാൻ വീണ്ടും പൊറോട്ട ഇപ്പോഴത്തെ പാസ്ത. Man, I'm done for the day.